ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം കുറേ ആയില്ലേ നമ്മൾ ഫേസ് ടു ഫേസ് വീഡിയോ ആയിട്ട് വന്നിട്ട്, നോമ്പൊക്കെ അല്ലേ. അപ്പം ഞാനിന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിലും അതുപോലെ പത്രത്തിലും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു വിഷയമായിരുന്നു മാതാപിതാക്കളെ സ്വന്തം മക്കൾ ഇല്ലാണ്ടാക്കുന്ന കുറേ വേദനിപ്പിക്കുന്ന വാർത്തകൾ അല്ലേ. എന്താണ് സ്വന്തം മാതാപിതാക്കളുടെ വില, അല്ലെങ്കിൽ മക്കളുടെ സ്ഥാനം എന്താണ്, മാതാപിതാക്കളുടെ സ്ഥാനം എന്താണ്? ഇതൊന്നും തിരിച്ചറിയാത്ത സമൂഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ 10 മാസം വയറ്റിലിട്ട് ആ ജീവൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയും ഓരോ ഉമ്മയ്ക്കും ഓരോ അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് വേദനകൾ അല്ലേ. എന്തൊക്കെ സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെയും കാത്തിരിക്കുന്നത്. എങ്ങനെ പറ്റി ആ സ്വന്തം മകനെ, സ്വന്തം ഉമ്മയെ ഇല്ലാതാക്കാൻ, സ്വന്തം അനിയനെ ഇല്ലാതാക്കാൻ എങ്ങനെ തോന്നി? ഇത് 1ഉം 2ഉം വാർത്തകളെല്ലാം വരുന്നത്. ഇങ്ങനെ നിരന്തരം ഓരോ വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മാതൃബന്ധം അറിയാത്തവരാണോ ഈ മക്കൾ? അതോ പണത്തിന് വേണ്ടി തൻ്റെ മാതാവിനെ ഉപയോഗിച്ചിട്ട് ആ മാതാവിൻ്റെ കയ്യിൽ നിന്നും പൈസ കിട്ടുന്നില്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ എടുക്കുന്ന തീരുമാനമാണോ കത്തി തൻ്റെ കഴുത്തിന് വെക്കുക എന്നുള്ളത്? ഒരിക്കലുമല്ല. തൻ്റെ മക്കൾക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ തൻ്റെ ചെറുപ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. മാതാപിതാക്കളായ നാം അടക്കം തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തൻ്റെ മക്കളെ ആരും മുന്നിലും തലകുനിക്കാതെ, എൻ്റെ മക്കൾ ആരും മുന്നിലും കരയാതെ അഭിമാനത്തോടെ തലയുയർത്തി നടക്കണമെന്ന് ചിന്തിക്കുന്ന ഓരോ മാതാപിതാക്കളും കിട്ടുന്ന പ്രതിഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേദനിപ്പിക്കുന്ന വാർത്തകൾ. എത്ര ഭയങ്കരം, എത്ര വേദനാജനകം അല്ലേ. ഇത്രയൊക്കെ മാതാപിതാക്കൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഒരു നിമിഷം നിങ്ങൾക്ക് ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രതിസന്ധിയും മറികടന്ന് തൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് വരെയും സുരക്ഷിതമായി വാങ്ങി അതിനെ ഓരോ വളർച്ചയും ഓരോ ഘട്ടവും അത്രയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവസാനം കിട്ടുന്നത് തൻ്റെ മക്കളെ ഭാഗത്ത് നിന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങളെ മക്കൾ ഇനി എത്ര താഴ്ന്നില്ല, അല്ലെങ്കിൽ എത്ര പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും, എത്ര ഹൈപ്പിൽ ജനിച്ചതാണെങ്കിലും, നിങ്ങളവരെ തൻ്റെ കാര്യങ്ങൾ ഓരോ ചുവടും, എന്തിനേറെ പറയുന്നു, നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പൈസ അടക്കം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് ചിലവാക്കുന്ന ഓരോ എമൗണ്ടും എങ്ങനെ രീതിയിൽ കിട്ടി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബാധ്യസ്ഥത ഓരോ മാതാവിനും ഓരോ പിതാവിനും ഉണ്ടായിരിക്കുന്നു. മക്കൾ ആവശ്യങ്ങളായിട്ട് നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് കടം വാങ്ങിയും അല്ലെങ്കിൽ അവരെ കരയിക്കണ്ടെന്ന് കരുതിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ, നൊമ്പരപ്പെടുന്ന വാർത്തകൾ, മക്കളെ പേടിച്ചിട്ട് വീടിനുള്ളിൽ കഴിയുന്ന മാതാപിതാക്കൾ ആയി മാറേണ്ടി വരും നമ്മളൊക്കെ. ഈ സമൂഹം അങ്ങനെയാണ്. എല്ലാ കാര്യത്തിനും നമ്മളെ മലയാളികൾ മുന്നിലാണ്. പഠിത്തത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും, ജോലിയുടെ കാര്യത്തിനാണെങ്കിലും, മറ്റെന്ത് കാര്യത്തിനാണെങ്കിൽ പോലും നമ്മുടെ കേരളക്കാരുടെ ജനങ്ങൾ മുന്നിലാണ്. ഒരു ദുരിതം, ഒരു വെള്ളപ്പൊക്ക് ഈയിടെ അടുത്തുണ്ടായ ഒരു വാർത്തയായിരുന്നു വയനാട് ദുരന്തം. ജാതിഭേദം മതമന്യേ ഒറ്റക്കെട്ടായി നിന്ന് ഒരൊറ്റ മനസ്സുകൊണ്ട് നിന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ നിൽക്കുന്ന
നിൽക്കുന്ന നമ്മളിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന വാർത്തകൾ ഇങ്ങനെയുള്ള വാർത്തകളാണ്. എന്തിനാണ് നിങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യണം? നിങ്ങൾക്ക് ജന്മം തന്നുള്ള തെറ്റുകൊണ്ട് മാത്രമാണോ അവരെ നിങ്ങൾ ഇത്രയും ക്രൂശിക്കപ്പെടുന്നത്? അതും 20 22 വയസ്സുള്ള മകനാണ് അല്ലെങ്കിൽ മക്കളാണ് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാത്ത കാണ്ടാമൃഗമായി മാറുന്നത്. ഒരിക്കലും ആവരുത്. ഇന്ന് ദുനിയാവിൽ നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ നിൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, ഓരോരുത്തരും നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ഉറപ്പായിട്ടും സമാധാനം പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഏത് കാര്യത്തിനാണ് അവർ പുറകോട്ട് നിന്നിട്ടുള്ളത്? ഏത് കാര്യത്തിനാണ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു പനി വന്നാൽ സ്കൂളിലും മദ്രസയിലൊക്കെ ചേർക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത്, അങ്ങനെ എന്തിനേറെ പറയുന്നു, നിങ്ങൾ കുഞ്ഞു ഓരോ ആവശ്യത്തിന് വേണ്ടിയും തൻ്റെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ മുന്നിൽ തല കുനിച്ച് എൻ്റെ മക്കൾ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷയാണ് ഈ പറയുന്ന കൊലപാതകം പോലെയുള്ള ശിക്ഷ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ മാതാവ് അന്ന് ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾ രാത്രി വൈകിയാണ് വരുന്നതെങ്കിലും അത്ര വരെ ഉറക്കം മുന്നിൽ കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്, ഒരു അമ്മയുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഓർത്തു വെക്കുക, നിങ്ങൾക്കും ഒരു തലമുറ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് പോലും അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും തൻ്റെ മകൻ ചെയ്തതല്ല, ഞാൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് തെന്നി വീണിട്ടാണ് എനിക്ക് പരിക്കേറ്റെന്ന് പറയുന്ന മാതാവിൻ്റെ വാക്കുകൾ എത്രയേറെ വിലയുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ആ സമയത്ത് പോലും ചേർത്ത് നിൽക്കുകയാണ്, അതായത് തൻ്റെ മക്കളെ അവിടെ സേവ് ചെയ്യുകയാണ്. എൻ്റെ മകനല്ല ചെയ്തത് എന്നുള്ളത് മനസ്സിൽ നീറുന്ന വേദനയോടെ ആ ഉമ്മ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ ആ ഉമ്മ ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട്? ഒന്നും ചെയ്തില്ല. മക്കളെ, നിങ്ങൾ പഠിച്ച് നല്ല നിലയിൽ എത്തിയാൽ പോലും ആ ക്രെഡിറ്റ് ഒരു മാതാവും ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നല്ല നിലയിലാകണേ, സ്വന്തം നിലയിൽ സ്വന്തം കാലിൽ ആരും മുന്നിൽ തല കുനിക്കാതെ എൻ്റെ മക്കൾ വളരണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും സ്നേഹവും മാത്രമാണ് ഓരോ മാതാവിനും പിതാവിനും ഉള്ളത്. ഇൻഷാ അല്ലാഹ് വീഡിയോ കുറച്ച് ലെങ്തായെന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ്. ഓക്കെ.